ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോർഡർ എംബ്രോയ്ഡറി ഡിസൈൻ ആട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രെയിമിലേക്ക് തുണിയൊക്കെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ബോർഡർ ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ഇഞ്ച് വീതിയിലാട്ടോ ഈ ഒരു ബോർഡർ ലൈൻ വരച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബോർഡർ ലൈൻ്റെ അകത്താണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഇതേപോലെ ഒരു കർവ് ലൈൻ വരച്ച് കൊടുക്കുക. വരച്ച് കൊടുത്തിട്ട് 2 സൈഡിലേക്കും കുറച്ച് ലീഫ് പോയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ 2 സൈഡിലേക്കും ഒരു ലീഫ് പോകുന്നു. അതിനുശേഷം പിന്നെ നമുക്ക് ഫ്ലവറും ഒക്കെ വരച്ച് കൊടുക്കണം. അപ്പോൾ താഴെ വരെയും ഇതേപോലെ ലീഫ് ഒന്ന് ഇടവിട്ട് വേണം കേട്ടോ വരച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ വരച്ച് കൊടുത്തു. എന്നിട്ട് ഇതേപോലെ 2 സൈഡിലേക്കും ഒരു സ്റ്റിക്ക് പോലെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കുറച്ച് ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ അവിടെ ഫ്ലവേഴ്സ് ഇങ്ങനെ ഒരു ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്ലവർ ഈ സൈഡിലേക്കാണെങ്കിൽ അടുത്ത ഫ്ലവർ അടുത്ത സൈഡിലേക്ക് എന്നുള്ള രീതിയിൽ ചെയ്തു കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ ആ രീതിയിൽ നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാനൊരു പടമെല്ലാം വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്കിതിനകത്ത് ഞാനൊരു ഡാർക്കാക്കി വരയ്ക്കാം കേട്ടോ, നിങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ. അപ്പോൾ ഇതൊരു ബോർഡർ ഡിസൈൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ബോർഡർ ഡിസൈൻ നമുക്ക് സാരി ബോർഡറിലും അതുപോലെ ദുപ്പട്ട ബോർഡറിലും നെക്കിൻ്റെ ബോർഡറിലും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുക്കാവുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ കളർ ത്രെഡ് ഈ ഒരു എടുത്തിരിക്കുന്നത് കോട്ടൻ്റെ ആങ്കർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ത്രെഡാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു വീഡിയോ ഒന്ന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആദ്യം നമ്മളുടെ ആ സ്റ്റെമ്മിൻ്റെ പോർഷനൊക്കെ ഇതേപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെറുതായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടി ഇതേപോലെ നൂല് കടത്തി വിടുവാട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ആ ഒരു ഭാഗം കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുക. സ്റ്റെംസിൻ്റെ പോർഷൻ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് സാരിയിലൊക്കെ നമ്മളിങ്ങനെ ചെയ്യാതിരിക്കുന്ന കേട്ടോ നല്ലത്. കാരണം ഈ ഒരു രീതിയിൽ ഇപ്പം ഞാൻ സ്പ്ലിറ്റ് ആയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ചെയ്യാതിരിക്കുന്നത് നല്ലത്. കാരണം ചിലപ്പോൾ നൂല് വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും നല്ലത് സ്റ്റെം സ്റ്റിച്ച്, ചെയിൻ സ്റ്റിച്ച്, റണ്ണിങ് സ്റ്റിച്ച് അതേപോലെയുള്ള സ്റ്റിച്ചുകളൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. കാരണം ഇതൊക്കെ നമുക്ക് ബേസിക് ഹാൻഡ് എംബ്രോയ്ഡറിയിൽ വന്നിട്ടുള്ള സ്റ്റിച്ചസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ആ ഒരു ഭാഗമൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് 2 സൈഡിലേക്കും ലീഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലീഫ് നമ്മുടെ സാറ്റിൻ ലീഫ് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു ചെറിയ ലീഫാട്ടോ വരുന്നത്. ഒരു 3 സ്ട്രാൻഡ്സ് ത്രെഡാട്ടോ എടുത്തിട്ടുള്ളത്. 8 നമ്പർ നീഡിലുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ തിന്നായിട്ടുള്ളൊരു നീഡിലാട്ടോ. ഒരുപാട് തിന്നും അല്ല, എന്നാൽ ഒരുപാട് കട്ടിയുള്ളതല്ല. നമുക്ക് സാറ്റിൻ സ്റ്റിച്ചൊക്കെ ചെയ്യാനായിട്ട് നമ്പർ 8 നീഡിലാട്ടോ നല്ലത്. അപ്പോൾ ഇതേപോലെ ഒരു സൈഡ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം അടുത്ത സൈഡും കൂടെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലീഫ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ താഴെ വരെ ബാക്കിയുള്ള ലീഫുകൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റിയ ഒരു ഡിസൈനാണ് കേട്ടോ ഇന്ന് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ലീഫ് ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ആട്ടോ വരുന്നത്. ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ആട്ടോ എടുക്കുന്നത്. അപ്പോൾ അതുപോലെ താഴെ നിന്ന് നമ്മൾ എടുക്കുന്നുണ്ട്. ഒരു കോർണർ വശത്തൊന്നും എടുക്കുന്നത്. എന്നിട്ട് മുകളിലേക്ക് നമ്മൾ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലാട്ടോ ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇതേപോലെ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് മുകളിലേക്ക് വീണ്ടും എടുക്കുക. എന്നിട്ട് വീണ്ടും ലോക്കിംഗ് ആട്ടോ മുകളിലേക്ക് വരുന്നത്. ഇതുപോലെ എടുത്തിട്ട് ആ നൂലിൻ്റെ അകത്തൂടി ഇങ്ങനെ വലിച്ചിങ്ങെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സ്റ്റിച്ചാട്ടോ. ഇതൊക്കെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ കുറേ ആൾക്കാർക്കൊക്കെ കാണുമ്പോൾ ഇന്ന സ്റ്റിച്ചാണെന്നൊക്കെ അറിയാമല്ലോ. അവർക്ക് ചെയ്യാൻ അറിയാവുന്നവർ നോക്കണ്ട. അവർ ഈ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ഒരു ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആ ബട്ടൺ ഹോളൊന്ന് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുക്കാം. ഇതേപോലെ ഒന്ന് ലാസ്റ്റ് ഒന്ന് ലോക്കിട്ട് എടുക്കാം. അപ്പം ഇനി ബാക്കിയുള്ള ഫ്ലവേഴ്സും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റെംസിൻ്റെ 2 സൈഡിലേക്കും ഒരു സ്റ്റെമ്മ് പോലെ പോയിട്ടുണ്ടല്ലോ, അവിടെ ഇതുപോലെ ഒരു ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് 2 സൈഡിലേക്കും ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു മൊട്ടുകൾ എന്നുള്ള രീതിയിലാട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ 2 പ്രാവശ്യം നീഡിലൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് പതിയെ താഴേക്ക് വലിച്ചു കൊടുക്കുക. നമുക്ക് ചെറിയ ചെറിയ നോട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കൊടുക്കുക. അപ്പം പിന്നെ ബാക്കിയുള്ള പോർഷനും കൂടി ചെയ്ത് കൊടുത്താൽ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ആ ഫ്ലവറിൻ്റെ താഴെയായിട്ട് നമുക്ക് ഒരു സ്റ്റെമ്മും കൂടെ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഒരു സ്റ്റെമ്മ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലേക്കും ഒന്ന്
കണക്ട് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ സാരി ബോർഡറിലാട്ടോ വരുന്നത്. അത് ബ്ലൗസിൻ്റെ സ്ലീവിൽ ചെയ്ത് കൊടുക്കുക, നെക്കിൽ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ കുർത്തിയുടെയൊക്കെ നെക്കിൽ നമുക്ക് ഇപ്പോൾ വീനക്കൊക്കെ ആണെങ്കിൽ വീനക്കിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്